ലൈവിൽ ആര്യൻ പൊളിച്ചെടുക്കുന്നുണ്ട്. മലയാള സിനിമയിലെ ഓരോരോ കഥാപാത്രങ്ങളായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ. ആര്യനായിരിക്കുന്നത് ദിലീപ് അവതരിപ്പിച്ച മായാമോഹിനിയിലെ പെൺവേഷം കെട്ടി നിൽക്കുന്ന ആ ദിലീപിൻ്റെ ആ ഒരു ക്യാരക്ടറാണ്. ഇന്ന് ഫുൾ ടൈം ടാസ്ക് ഉണ്ട്. അപ്പോൾ ഇവർ കുക്കിംഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ സ്ഥിരം ജോലികളെല്ലാം ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടറിൽ നിന്നുകൊണ്ട് തന്നെ വേണം ചെയ്യാൻ. അപ്പോൾ ആര്യൻ കിച്ചണിൽ നിന്ന് ക്യാരറ്റൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആര്യനെ ട്യൂൺ ചെയ്യാനായിട്ട് വേലായുധൻ, അതായത് ഷാനവാസ് നരനിലെ മോഹൻലാലിൽ അവതരിപ്പിച്ച ആ ഒരു വേലായുധൻ ക്യാരക്ടറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആര്യനെ ട്യൂൺ ചെയ്യാനൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്. ആര്യനല്ല, മായാമോഹിനിനെ ട്യൂൺ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ വേലായുധൻ ചെല്ലുന്നുണ്ട്. അതുപോലെ നെവിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സാമുവൽ അലക്സാണ്ടർ എന്നാണ്. ഞാനത് കണ്ടിട്ടില്ല, എങ്കിലും അങ്ങനെയാണ് പേര്. അപ്പോൾ നെവിനും ട്യൂൺ ചെയ്യാൻ വേണ്ടി ചെല്ലുന്നു. ആ സമയത്താണ് കറക്റ്റ് ആര്യൻ്റെ പാട്ട് കേൾക്കുന്നത്, മായാമോഹിനിയിലെ ഉള്ളിൽ കൊതിവിടരും എന്താണെന്ന് പറയുന്ന ആ ഒരു പാട്ട്. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ആരുടെ പാട്ടാണ്, അതായത് ഓരോ ക്യാരക്ടറിനും ഓരോ പാട്ടുണ്ടല്ലോ. അപ്പോൾ ആ പാട്ട് കേൾക്കുന്നവർ ലിവിങ് ഏരിയയുടെ നടുവിലായിട്ട് ഒരു സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു DJ സ്റ്റേജ്. അപ്പോൾ ആ DJ സ്റ്റേജിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുക എന്നതാണ് ടാസ്ക്. ആ ഒരു പാട്ട് ഫുള്ളായിട്ടും ഇടും. അപ്പോൾ ചുറ്റിനുമുള്ളവർ കാണികളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കും. ആ ക്യാരക്ടറിലുള്ളവർ മാത്രം ആ പാട്ടിനെ, സ്വന്തം പാട്ടിന് അവിടെ നടുക്ക് ഡാൻസ് കളിക്കും. ആര്യൻ അടിപൊളിയായിട്ട് തന്നെ ഡാൻസ് കളിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു പുറത്ത് നിന്ന് സാബുമാൻ അതിലും ബെറ്ററായിട്ട് കളിച്ചെന്ന് തോന്നുന്നു. സാബുമാൻ ഡാൻസറാണല്ലോ, അപ്പോൾ സാബുമാന് ഈ ഒരു ടാസ്ക് നല്ല ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ ക്യാരക്ടർ അത്രയ്ക്ക് ആക്റ്റീവായിട്ടല്ല നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ ക്യാരക്ടറിലായിട്ട് ഇപ്പോൾ അവിടെ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ആര്യൻ, അനുമോള്, ഷാനവാസ്, നൂറ, ബിന്നി, ഇവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.